ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ബുർദ മജ്ലിസിന്റെ ധന്യമായ വേദിയിലാണ് ഞങ്ങളുള്ളത്. മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് ഹദ്ദാദ് റാത്തീബും ചൊല്ലി അതുപോലെ സ്വലാത്തുകളൊക്കെയും ചൊല്ലി ഇൻഷാ അല്ലാഹ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ബുർദഇന്റെ വരികൾക്കാണ്. നമുക്കറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശകൾ, ഈ ലോകത്തുള്ള വെള്ളമെല്ലാം മഷികളായി മാറിയാലും മരങ്ങളെല്ലാം പേനകളായി മാറിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളെ പറഞ്ഞു തീർക്കാൻ, എഴുതി തീർക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നുള്ളത് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ പോരിശകളെ ക്രോഡീകരിച്ച ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ ബുർദഇന്റെ വരികൾക്കാണ് നമ്മുടെ മഹത്തായ വേദി സാക്ഷിയാകുന്നത്. നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചകളിലും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ മൻഷഉൽ ബയാൻ സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ബുർദ ബൈത്തുകൾ ധാരാളമായിട്ട് എല്ലാ ദിവസവും പാടാറുണ്ട്. അതേപോലെ എല്ലാ ആഴ്ചകളിലും ചീരണികളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് നമ്മുടെ സംഘടനയുമായിട്ട് എന്നും നിലകൊള്ളുന്നവരാണ്. അവർക്കൊക്കെയുമുള്ള ദുആഇന്റെ മജ്ലിസും കൂടിയാണ് ഇത്. ഏതായാലും വർഷം തോറും നടത്തിവരുന്ന പരിശുദ്ധമായ ബുർദഇന്റെ വാർഷിക വേദിയിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് നമ്മുടെ മാദിഹീങ്ങളെല്ലാം സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് അവര് നമ്മുടെ വേദിയിലേക്ക് പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ പറയൽ, അത് ഏത് നിലക്ക് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകൾ ഏത് നിലക്ക് പറഞ്ഞാലും അതിന് പ്രതിഫലം കിട്ടുമെന്നാണ് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം പ്രിയം വെക്കുന്നവനും മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ, അവിടുത്തെ മദ്ഹുകളെ പറയാതെ, അവിടുത്തെ പോരിശുകളെ പറയാതെ കണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആളുകളെ കുറിച്ചിട്ട് നമുക്ക് വിഡ്ഢികളെന്നേ പറയാൻ പറ്റുകയുള്ളൂ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ അങ്ങയെ ഭൂലോകർക്കെല്ലാം റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഭൂലോകർക്കെല്ലാം റഹ്മത്തായിട്ടാണ് അങ്ങയെ അയച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ റഹ്മത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ മദ്ഹുകളെ, അവിടുത്തെ മഹത്വങ്ങളെ പറയൽ കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുകൾ ഉണ്ടാകും. നമ്മുടെ വീടുകളിൽ മൗലിദ് കഴിക്കൽ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മഹത്വങ്ങൾ പറയൽ കൊണ്ട് നമ്മുടെ വീടുകളിൽ അതിൻ്റെതായ ബറക്കത്തുകൾ വർദ്ധിക്കുമെന്നാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഏത് രീതിയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ പറയൽ കാരണമായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശുകളെ പറയൽ കാരണമായിട്ട് ആ സദസ്സിന് എന്നല്ല ആ നാടിന് തന്നെ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ് മഹാന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ വിഷയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾക്കും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അത് തന്നെയായിരുന്നു സഹാബാ കിറാം അവിടുന്ന് നമ്മോട് പഠിപ്പിക്കുന്നത്. സഹാബത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത്, അവിടുത്തെ പ്രേമ പ്രപഞ്ചം എന്ന് പറയുന്നത് അതൊരിക്കലും തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ദഅവത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി നാടിന്റെ നാനാഭാഗത്തേക്കും സഹാബികളെ പറഞ്ഞുവിടുന്ന സന്ദർഭത്തിൽ, പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പല സഹാബികളും ചോദിച്ചതാണ്, ഓ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അങ്ങയെ വിട്ട് ഞങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? സ്വഹാബാ കിറാം പറയുന്നു, ഞങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അങ്ങയെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ, അങ്ങയെ കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഓടി വന്ന് ആ പരിശുദ്ധമായ ഭൂമുഖത്തെ ഞങ്ങൾ ദർശിക്കാറുണ്ട്. എന്നാൽ മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്ന് പറയുമ്പോ, മറ്റൊരു നാടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അങ്ങയെ കാണാതെ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ ചെലവഴിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാ കിറാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബാ കിറാം കൊടുത്ത സ്നേഹത്തിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേക്ക് എത്ര അമ്പുകൾ തളച്ചാലും എനിക്കത് പ്രശ്നമല്ല, മറിച്ച് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മേനിയിലേക്ക്, പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചെറിയൊരു അമ്പിന്റെ കഷ്ണങ്ങൾ പോലും തറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് സ്നേഹപ്രപഞ്ചത്തിന്റെ അങ്ങേറ്റം കാണിച്ചവരായിരുന്നു സഹാബാ കിറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയങ്ങളിൽ നിന്ന് കടുമണി പോലും വ്യതിചരിക്കാത്ത സ്വഭാവമായിരുന്നു സ്വഹാബാ കിറാമിന്റെ സ്നേഹപ്രപഞ്ചത്തിലൂടെ അവര് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതായ ആ വലിയ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേറ്റം അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ടും സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ മണൽത്തരികളിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതും പറഞ്ഞവരുണ്ടായിരുന്നു. പല ചീത്ത വാക്കുകളെ കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തവരുണ്ടായിരുന്നു. എന്നാൽ ത്വായിഫിന്റെ മണ്ണിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് മക്കാ മുശ്രിക്കീങ്ങളാകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് കല്ലെടുത്തെറിയുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടിയൊലിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ കാണുന്ന പർവ്വതത്തെ ഞാൻ അവരുടെ മേൽ ഇറക്കി കളയട്ടെ? ഈ കാണുന്ന പർവ്വതം കൊണ്ട് ആ സമൂഹത്തെ ഞാൻ നശിപ്പിച്ചു കളയട്ടെ ഹബീബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, വേണ്ട ജിബ്രീലേ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വേണ്ട എന്നായിരുന്നു. അതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്മിനീങ്ങളാകുന്ന അവിടുത്തെ ഉമ്മത്തുകളാകുന്ന ഞങ്ങളോടുണ്ടായിരുന്ന സ്നേഹം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വിഷയത്തെ എടുത്തു നോക്കുമ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ശ്വാസം വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ഉമ്മത്തി, എന്റെ ഉമ്മത്തി എന്നായിരുന്നു. ആ ഉമ്മത്തുകളിൽ പെട്ട ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം പ്രിയം വെക്കാൻ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തുകൾ പറയാൻ, അവിടത്തേക്ക് സലാമുകൾ പറയാൻ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും സമയം കണ്ടെത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയൽ അത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളെ, അവിടുത്തെ മഹത്വങ്ങളെ, അവിടുത്തെ സിഫത്തുകളെ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബുർദാ എന്നുള്ള പരിശുദ്ധമായ വരികൾ. കേട്ടാലും കേട്ടാലും മതിവരാത്ത ഒരു വാക്യങ്ങളെ കൊണ്ടും ഒരു വാക്യത്തിനെ പോലും മറ്റൊരു പദ്യത്തിനോട് സാമീപ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള അവതരണമാണ് ബുസൂരി ഇമാമിന്റെ ബുർദാ ബൈത്തുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്.